ഹിന്ദി പറയുന്നത് കേട്ടപ്പോഴേ ഞാൻ ഈ ചേച്ചിയായിട്ട് ഇങ്ങനെ സംസാരിക്കണേ, ഹിന്ദിയൊക്കെ പഠിച്ചല്ലേ. അപ്പൊ ആള് പറഞ്ഞു ഹിന്ദി ഒന്നും അറിയാണ്ട് ഒരു രക്ഷയില്ല, ഇവിടെയൊക്കെ മുഴുവനും ജാർഖണ്ഡും ഉത്തരാഞ്ചല് ഒഡീഷ അവിടുത്തെ ആൾക്കാരാണ്, അതുകൊണ്ട് ഹിന്ദിയൊക്കെ പഠിക്കാണ്ട് ഒരു രക്ഷയില്ല മോനെ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് വാൽപ്പാറ ചന്ത, കണ്ടില്ലേ? ഇതൊക്കെ ഹിന്ദിക്കാരാണ്. ഹിന്ദിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉത്തരാഞ്ചലും ഒറീസ അവിടുത്തെ ആൾക്കാരാണ്. അപ്പോൾ കണ്ടില്ലേ, ഇവരൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, എൻ്റെ രണ്ട് വശത്തും ഇരുവശത്ത് നിൽക്കുന്നവരൊക്കെ നമ്മളുടെ ഒറീസ ഉത്തരാഞ്ചല് അവിടുത്തെ ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വാൽപ്പാറയിലും അത് ഇന്നിപ്പോൾ തമിഴ്നാട്ടുകാരായിട്ടുള്ള കച്ചവടക്കാർക്ക് ഹിന്ദിയൊക്കെ നന്നായിട്ട് വശണം. അപ്പോൾ തക്കാളി ഇവിടെ 25 രൂപ, അതിപ്പോൾ എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ 30 രൂപ. അപ്പോൾ തക്കാളി അല്ലെങ്കിൽ മറ്റുള്ള സാധനമൊന്നും വലിയ വില വ്യത്യാസമില്ല, എന്നാൽ കുറച്ച് ലാഭമുണ്ട്. കച്ചവടക്കാർക്ക് ലാഭമില്ല, പക്ഷെ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ വാങ്ങാൻ വരുന്ന കസ്റ്റമറിന് ലാഭമാണ് ഇവിടെ നിന്ന് വാങ്ങുന്നത്. ഇപ്പം നല്ല ഉണക്കമീനുകൾ നമ്മളുടെ അവിടുത്തെ ക്വാളിറ്റി ഇല്ല, നല്ല ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം മീൻ കടയാണ്, പച്ചമീൻ വിൽക്കുന്നുണ്ടല്ലോ, നമ്മുടെ പാലക്കാട്ടുകാരാണ് ഇവരൊക്കെ. അപ്പം നല്ല ഡാം മീനൊക്കെ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മീൻ തന്നെയാണ്. അതുപോലെ തന്നെ ചെറിയ ചാള അതിലേക്ക് ഇഷ്ടം പോലെയാണ്. ഇതാണ് ഒരു മട്ടൻ ആട്ടിറച്ചി വിൽക്കുന്ന കട. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ എന്ത് ആട്ടിറച്ചിക്ക് ഇവിടെ കിലോ 800 രൂപ. അത് തന്നെയാണ് നമ്മളെ കേരളത്തിലും വില, 800. കേരളത്തിൽ തന്നെ ഇത് വാൽപ്പാറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര ദൂരമുള്ളൂ. കേരളത്തിൻ്റെ ബോർഡറിലുള്ള ഒരു സിറ്റിന്ന് വാൽപ്പാറ. അത് നല്ല, അത് 2 കരിക്ക് വെച്ചാൽ കരിക്കാടാ കരിക്ക് അവിടെ. അപ്പോൾ ഇവിടെ മുഴുവനും ആരെ നോക്കിയാലും ഈ ഹിന്ദിക്കാരാണ്, കണ്ടില്ലേ? അപ്പോൾ ഈ വാൽപ്പാറ ചന്തയുടെ മുന്നിൽ തന്നെ ഒരു കോവിലുണ്ട്, നല്ല കളർഫുള്ളാണ്. അപ്പോൾ സബിത എൻ്റെ പിന്നിൽ തന്നെ വരുന്നുണ്ട്. ഞാൻ അല്പം ഫാസ്റ്റാണ്. ഇതാണ് കോവൈ മാവട്ടം. കോവൈ എന്ന് വെച്ചാൽ കോയമ്പത്തൂർ, മാവട്ടം എന്ന് വെച്ചാൽ നമ്മളുടെ ജില്ല. അപ്പോൾ ഇതാണ് വാൽപ്പാറ ടൗൺ, കണ്ടില്ലേ? ഒരു നല്ല ചെറിയൊരു CSI പള്ളിയൊക്കെ ഉണ്ട്, ബസ് സ്റ്റോപ്പുകൾ എല്ലാം തമിഴ്, കണ്ടില്ലേ? എല്ലായിടത്തും പോലെ അവക്കോടയാണുണ്ട്, അവക്കോട കണ്ടില്ലേ? അപ്പോൾ 1 കിലോയ്ക്ക് 140 രൂപയാണ്. പൂ മാർക്കറ്റ് ഉണ്ടല്ലേ, നമ്മൾ കോയമ്പത്തൂർ അല്ലെങ്കിൽ സേലം നടക്ക്. അപ്പോൾ സവിത എൻ്റെ ഒപ്പം എത്തി. അപ്പോൾ ഈ പയ്യന്മാരോട് വഴിയൊക്കെ ചോദിക്കാണ്, ഇവിടെ എന്തൊക്കെയുണ്ട് കാണാൻ എന്ന് വെറുതെ ഒന്ന് ചോദിക്കണത്. ഇവരെക്കാളും കൂടുതൽ നമുക്കറിയാം, കാരണം ഇവരൊക്കെ ഇവിടുത്തെ പൊടിയന്മാർ ഈ ടൗണിലും അപ്പുറത്തൊക്കെ ഇങ്ങനെ നടക്കുന്നവരാണ്. അപ്പോൾ ഈ വാൽപ്പാറ ടൗണിൽ നിന്ന് തന്നെ നമുക്കൊരു മുഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള വഴിയുണ്ട്, അവിടേക്കുള്ള റോഡാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവർ നല്ല തണ്ണി കൂടിയിട്ട് പോയിക്കോ. അപ്പം നല്ല തണ്ണിയിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇവരോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ, നീയൊക്കെ ജനിക്കുന്നതിനേക്കാളും മുമ്പ് ഞാൻ ഇവിടെ ഇഷ്ടം പോലെ വന്നിട്ടുള്ളതാണ്. ഇത് പന്ത് കളിക്കാരാണ്. അപ്പം നമ്മളുടെ ബസ് വരുന്നുണ്ട്, ഇതേ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്. ഹലോ, വാ വണ്ടി ഒന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഈ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിലൂടെ പോവാണ്, കാരണം മുഡീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ് പോകുന്നത്.
അപ്പോൾ വണ്ടി ഇങ്ങോട്ട് പോകുന്നത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് മുഡീസ് എന്ന് പറഞ്ഞെങ്കിൽ. അതിൽ ഇങ്ങനെ നമുക്ക് ചുറ്റിയടിച്ച് അപ്പർ ഷോളയാർ ഡാമിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇഷ്ടംപോലെ കാട്ടാനകളും കാട്ടുപോത്തുകളൊക്കെ നിറഞ്ഞ ഒരു വഴിയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഈ ബസ്സിന് പോയാൽ മതി, എന്നിട്ട് വഴിയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് ഈ ബസ്സിലാണ്. ഞാനുണ്ട്, സബിതയുണ്ട്. സബിത ഇത്തിരി പിന്നിലാണ്, ഞാൻ ഫ്രണ്ടിൽ സീറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം മുന്നേ കയറുമ്പോൾ തന്നെ ഡ്രൈവർക്ക് അങ്ങോട്ട് മാറി നിൽക്കുക ഇങ്ങോട്ട് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ എന്നോട് പറഞ്ഞ് ആ ബോണറ്റും എൻജിൻ്റെ മുകളിൽ കയറിയിരുന്നോ എന്നിട്ടൊക്കെ ഷൂട്ട് ചെയ്താന്ന് പറഞ്ഞിട്ടിരിക്കണം. കണ്ടില്ലേ, അടിപൊളി തേയിലത്തോട്ടങ്ങൾ. ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വേറൊരു ബസ്സോ വേറെ എന്തെങ്കിലും കാറൊക്കെ വന്നെങ്കിൽ റിവേഴ്സ് അടിച്ചിട്ട് വേണം സൈഡ് കൊടുക്കണം. കണ്ടില്ലേ, അടിപൊളി റൂട്ടാണ്. അപ്പം നിങ്ങളൊക്കെ ആവശ്യത്തിനൊക്കെ ഈ വഴിക്ക് സഞ്ചരിച്ചാൽ കണ്ടില്ലേ, പാലങ്ങളൊക്കെ കണ്ടോ. ചിലപ്പോൾ നമ്മളങ്ങോട്ട് വീഴും, ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ കൊക്കയിൽ എടുക്കണ്ട. അപ്പോൾ പാലത്തിനൊന്നും കൈവരി ഇല്ല, സൈഡിലൊന്നും തിണ്ണ കെട്ടിയിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് വീഴും. അപ്പോൾ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് മുഴുവനും പുഴയാണ്, പുഴ. അടിപൊളി റൂട്ടാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ തേയിലത്തോട്ടങ്ങൾ. വഴി ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ച് റാ അല്ലെങ്കിൽ ഡാ എന്ന് എഴുതുന്ന പോലെയാണ് വഴികളൊക്കെ. അപ്പോൾ ആ കണ്ടില്ലേ കാട്ടുപോത്ത് നോക്കിയാൽ കണ്ട, ആ ബ്ലാക്ക് അതാണ് കാട്ടുപോത്ത്. കണ്ടില്ലേ, വഴികളൊക്കെ ഒരു ജാതി വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ വഴി നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നേരെ കുഴിയിൽ കിടക്കും. അപ്പോൾ പാലങ്ങൾ, തോടുകൾക്ക് കുറുകെ പാലങ്ങളുണ്ട്, അതിനൊന്നും കൈവരി ഇല്ല. കൈവരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതിലൊക്കെ വീഴാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ചു പോകണം നിങ്ങൾ. കണ്ടോ, വഴി ഇങ്ങനെ റൗണ്ടടിച്ച് ഓരോ മലകളെ ചുറ്റി ഒരിഞ്ഞ് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഭയങ്കര വേനൽക്കാലമാണ്. ഇന്ന് മാർച്ച് മാസമായി, കണ്ടില്ലേ. ഇല്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ വഴികൾ നോക്കിയാൽ. അപ്പം നിങ്ങൾ മുഡീസ് കൂടി നല്ല തണ്ണി ഇതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി റൂട്ടുകളാണ്. അപ്പം നിങ്ങൾ ഈ കാനന പാത കൂടെയൊക്കെ സഞ്ചരിക്കുക, മനസ്സിന് നല്ല ഉന്മേഷം കിട്ടും.